പ്രകാശ് ഓട്ടോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട കാർ എന്ന് വിളിക്കാവുന്ന മാരുതി ഓൾട്ടോയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇതിന്റെ പേര് K10 എന്നാണ്. 2000 വിപണിയിലെത്തിയതിനു ശേഷം ഓൾട്ടോയ്ക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഫേസ് ലിഫ്റ്റ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. K10മായി നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും നന്ദി ഹിൽസിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായ ഓൾട്ടോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കമ്പനി വരുത്തിയിരിക്കുന്നത്, എന്തെല്ലാമാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൽ ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ എന്ന് നമുക്ക് തുടർന്നുള്ള ടെസ്റ്റ് ഡ്രൈവിൽ പരിശോധിക്കാം. ഓരോ ദിവസവും പുതിയ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വാഹന രംഗത്ത് അവയെല്ലാം തോൽപ്പിച്ച് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാഹനം എന്ന ബഹുമതി നേടിയിരിക്കുന്നത് ഓൾട്ടോയാണ്. 2000 ഓൾട്ടോ ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. അതിനുശേഷം 6 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കാർ എന്ന ബഹുമതി ഓൾട്ടോ നേടി. അതിനുശേഷം ഇത്രയും വർഷങ്ങളായി 5 വർഷങ്ങളായി ആ ബഹുമതി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൾട്ടോ. ചെറിയ കുടുംബങ്ങൾക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള വാഹനം എന്ന പേരാണ് ഓൾട്ടോയ്ക്കുള്ളത്. പ്രതിമാസം ഏതാണ്ട് 22,000 ഓൾട്ടോകളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല 2006 തന്നെ 10 ലക്ഷം ഓൾട്ടോകൾ വിറ്റ് മാരുതി ആ രംഗത്ത് റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുമുമ്പ് മാരുതി ഏറ്റവും ഓംനി മാത്രമാണ് 10 ലക്ഷത്തിലധികം വാഹനങ്ങൾ വിറ്റഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അധികം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ കാര്യമായ ഫേസ് ലിഫ്റ്റ് നടത്തിയിട്ട് വാഹനം ഒരു പരാജയമാകരുത് എന്ന് കമ്പനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം നല്ല മാറ്റങ്ങളാണ് പുതിയ ഓൾട്ടോയിൽ മാരുതി വരുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിന്റെ ബാഹ്യ രൂപത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മാരുതി വരുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഓൾട്ടോയിൽ അതിന്റെ ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾ കമ്പനി വരുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ബേസിക് ഡിസൈൻ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് സൗന്ദര്യപരമായ മാറ്റങ്ങളാണ് പുതിയ K10ന്റെ കാര്യത്തിൽ കമ്പനി ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം. അതിനു മുമ്പ് തന്നെ നമ്മൾ വാഹനം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അല്പം നീളം കൂടിയതായി തോന്നും. അത് സത്യമാണ്. 125 മില്ലിമീറ്റർ കൂടിയിട്ടുണ്ട് പുതിയ K10ൽ. അത് ഈ പുതിയ എഞ്ചിൻ K സീരീസ് എഞ്ചിൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ് ആ നീളം കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ സംഭവിച്ചിരിക്കുന്ന എല്ലാം സൗന്ദര്യപരമായ മാറ്റങ്ങളാണ് ഈ എക്സ്റ്റീരിയറിൽ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട മാറ്റം കാണാവുന്നത് ഹെഡ്ലൈറ്റിന്റെ ഡിസൈൻ മാറ്റി എന്നുള്ളതാണ്. ഈ ഭാഗം അല്പം വളഞ്ഞ് ബോഡിയുമായി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഗ്രില്ലിന്റെ കാര്യത്തിലാണ്. ഗ്രില്ലിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. ബോണറ്റിന്റെ മൊത്തത്തിലുള്ള ഡിസൈനിലും മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന VXi എന്ന മോഡലാണ്. VXiയിലെ പ്രോഗ്രാം ഉണ്ട്, അത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ എയർ ഡാമിന്റെ ഡിസൈനിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്ത് നോക്കുമ്പോൾ പുതിയ K10ൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി വശങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം. വശങ്ങളിലെ പ്രധാനപ്പെട്ട മാറ്റം നമുക്ക് കാണാവുന്ന ടയർ സൈസ് കൂട്ടി എന്നുള്ളതാണ്. ഇത് 13 ഇഞ്ച് വീലാണ് പുതിയ K10ലുള്ളത്. പഴയ ഓൾട്ടോയിൽ ഇത് 12 ഇഞ്ചായിരുന്നു. ഈ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പോൾ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി. അതുകൊണ്ട് തന്നെ ചെറിയ നാട്ടിടവഴികളിലൂടെയും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പഴയ ഓൾട്ടോയിൽ നിന്ന് വ്യത്യസ്തമായ റിയർ വ്യൂ മിറേഴ്സിന്റെ ഷേപ്പ് മാറി. അതുപോലെ തന്നെ ഇത് മാനുവലി അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാക്കി. പിന്നെ അടുത്ത മാറ്റം പറയാവുന്നത് ഈ ബോഡി മോൾഡിങ്ങുകളുടെ കാര്യമാണ്. ഇത് വാഹനത്തിന് ഒരു ടഫ് ലുക്ക് നൽകുന്നുണ്ട്. പിന്നെ ടിൻഡഡ് ഗ്ലാസുകളാണ് ഇപ്പോൾ പുതിയ ഓൾട്ടോയിൽ ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് വശങ്ങളിൽ നിന്ന് പറയാവുന്ന മാറ്റങ്ങൾ. പിൻഭാഗം വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അരങ്ങൊഴിഞ്ഞു പോയ സെന്നിന്റെ പിൻഭാഗത്തിനോട് ചെറിയൊരു സാദൃശ്യം തോന്നും. എനിക്ക് തോന്നുന്നു ഈ ഒരു വലിയ സുസുക്കിയുടെ എംബ്ലം നടക്കുള്ളത് ആയിരിക്കാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം. എങ്കിലും മൊത്തത്തിൽ ഷേപ്പ് മാറിയിട്ടുണ്ട്. ടൈൽ ലാമ്പ് നമുക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ തികച്ചും വ്യത്യസ്തമായ ടൈൽ ലാമ്പാണ്. അതുപോലെ തന്നെ ഈ ബൂട്ടിന്റെ ലിഡ് ഇതും മാറിയിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പും മാറിയിട്ടുണ്ട്. ബോണറ്റിന്റെ ഷേപ്പും മാറി. ഇത്രയും കാര്യങ്ങളാണ് പുതിയ ഓൾട്ടോയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. നമുക്കിവിടെ ഓൾട്ടോയുടെ പുതിയ ബാഡ്ജിങ് കാണാവുന്നതാണ്. K10 എന്ന ബാഡ്ജിങ് ഇവിടെ കാണാം. K സീരീസ് എഞ്ചിൻ ഘടിപ്പിച്ചുകൊണ്ടാണ് K10 എന്ന പേര് വന്നിരിക്കുന്നത് തോന്നുന്നു. ഏതായാലും ഈ വിലയ്ക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഓൾട്ടോയുമായി ഇപ്പോൾ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആധുനിക മോഡലുകളുമുണ്ട്. അവയോട് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാവുന്ന രീതിയിൽ ഓൾട്ടോയെ
മാറ്റിയെടുക്കാൻ മാരുതി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും. എക്സ്റ്റീരിയറിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്റീരിയറിന്റെ കാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ പുതിയ കേറ്റനിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് വളരെ മനോഹരമായ ഈ അപ്പോൾസ്ട്രിയാണ്. സീറ്റിന്റെ അപ്പോൾസ്ട്രി വളരെ മനോഹരമായ വളരെ ക്വാളിറ്റിയുള്ള ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ ഓട്ടോയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഹെഡ് റെസ്റ്റ് ഇതിലേക്ക് സീറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഊരിയെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമായി കാണാം. കൂടാതെ ഡോർ പാഡുകളിൽ ഇപ്പോൾ ഇത് ഈ സീറ്റിന്റെ അപ്പോൾസ്ട്രി തന്നെ ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം പറയാവുന്നത് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വന്നു എന്നുള്ളതാണ്. മറ്റൊരു മാറ്റം ടാക്കോമീറ്റർ ഉൾപ്പെടുന്ന ഈ മീറ്റർ ക്ലസ്റ്ററിൽ വന്നിരിക്കുന്ന ഇലക്ട്രോണിക് ട്രിപ്പ് മീറ്റർ ആണ്. ഇത് പഴയ മോഡലിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാവുന്നത് കീ നമ്മൾ ഊരിയെടുക്കാൻ മറന്നുപോയാൽ കേൾക്കുന്ന അലാമാണ്. അത് ഈ ഓട്ടോയുടെ കാര്യത്തിൽ ഏറ്റവും പുതിയൊരു കാര്യമാണ്. അത് വളരെ പ്രയോജനകരവുമാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സെൻട്രൽ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് കീ ഊരിയെടുത്തില്ലെങ്കിൽ ബീപ് ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ വന്നിരിക്കുന്ന മാറ്റം സെൻട്രൽ ലോക്ക് വന്നു എന്നുള്ളതാണ്. അത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന സെൻട്രൽ ലോക്കാണ്. പിന്നെ മൊത്തത്തിൽ വാഹനത്തിന്റെ ഉള്ളിലെ സ്പേസ് വളരെ കൂടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീളം 125 മില്ലിമീറ്റർ കൂടിയപ്പോൾ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് 50 മില്ലിമീറ്ററോളം ലെഗ് റൂം കൂടിയിട്ടുണ്ട്. നമുക്ക് അറിയാം നേരത്തെ ഉള്ള ഓൾട്ടോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ ഉള്ളിലെ സ്ഥലസൗകര്യക്കുറവായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ക്രാംഡ് ആയിരുന്നു ഉൾഭാഗം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഓൾട്ടോ K10 ആ പ്രശ്നം പാടെ പരിഹരിച്ചിട്ടുണ്ട്. വളരെയധികം ലെഗ് റൂം ഉണ്ട്. ഇപ്പോൾ പിന്നിലിരിക്കുന്നവർക്കും മുന്നിലിരിക്കുന്നവർക്കും വളരെ മനോഹരമായി കാലിൽ നീട്ടിയിരിക്കാവുന്ന ലെഗ് റൂം ഇപ്പോൾ പുതിയ ഓൾട്ടോയിൽ കമ്പനി തന്നിട്ടുണ്ട്. ഓൾട്ടോ K10 ഉൾഭാഗത്തെ പറ്റി പറയാവുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈ ഗിയർ നോബിന്റെ രൂപവും ഇതിന്റെ ക്വാളിറ്റിയും നന്നായി എന്നുള്ളതാണ്. വളരെ മനോഹരമായ ഒരു ഗിയർ നോബാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ മുൻഭാഗത്ത് കാണുന്ന പവർ സോക്കറ്റാണ്. നമുക്ക് ലാപ്ടോപ്പ് പോലും പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള 12 വോൾട്ടിന്റെ പവർ സോക്കറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഓൾട്ടോയിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്. അത് മുൻഭാഗത്ത് പവർ വിൻഡോ വന്നു എന്നുള്ളതാണ്. പിൻഭാഗത്ത് ഈ VX മോഡലിൽ പോലും പവർ വിൻഡോ ഇല്ല, എന്നാൽ മുൻഭാഗത്ത് പവർ വിൻഡോ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് K10 പുതിയ ഉൾഭാഗത്തെ പറ്റി പറയാവുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും പ്രാക്ടിക്കലും എല്ലാ തരത്തിലും മനോഹരവും അതുപോലെ തന്നെ സ്പേഷ്യസുമാണ് K10 ഉൾഭാഗം എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. പുതിയ ഓൾട്ടോ K10 ഇതിനെ പറ്റി പറയുന്നതിന് മുമ്പ് പഴയ ഓൾട്ടോയുടെ ഇതിനെ പറ്റി പറയാം. അത് 796 cc 3 സിലിണ്ടർ എഞ്ചിനായിരുന്നു. 47 ആയിരുന്നു BSP. 100 കിലോമീറ്റർ വേഗത എടുക്കാൻ ഏതാണ്ട് വേണ്ടിയിരുന്നത് 20 സെക്കൻഡാണ്. 137 കിലോമീറ്റർ ആയിരുന്നു മാക്സിമം സ്പീഡ്. സാമാന്യം നല്ല മൈലേജും കൂടാതെ 5th ഗിയറും ഉണ്ട് എന്നുള്ളതായിരുന്നു 800 നിന്നും വ്യത്യസ്തമായി നമുക്ക് ഓൾട്ടോയുടെ എഞ്ചിനെ പറ്റി പറയാമായിരുന്നത്. MBSI എഞ്ചിനായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന എഞ്ചിൻ, അതായത് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് മാരുതിയുടെ വിഖ്യാതമായ K സീരീസ് എന്ന എഞ്ചിനാണ്. മാരുതി ഇപ്പോൾ പുതിയ എമിഷൻ നോംസ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എഞ്ചിനാണത്. നല്ല പെർഫോമൻസും നല്ല മൈലേജും നല്ല റിഫൈൻമെന്റും ഉള്ള എഞ്ചിനാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഓൾട്ടോ K10 ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പുതിയ K സീരീസ് എഞ്ചിൻ 998 cc ആണ്. അതായത് 1000 cc എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ 1000 cc എഞ്ചിനിലേക്ക് ചൂടുമാറിയിരിക്കുകയാണ് ഓൾട്ടോ എന്നും പറയാം. അതുപോലെ തന്നെ എഞ്ചിൻ പവറിന്റെ കാര്യത്തിലും വലിയൊരു ഉൾച്ചാട്ടമാണ് പുതിയ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് 68 BSP ആണ് പുതിയ എഞ്ചിൻ, പഴയത് 47 ആയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു BSP കൂടി അല്ലെങ്കിൽ പവർ കൂടിയ സമയത്ത് സ്വാഭാവികമായി സംഭവിക്കേണ്ടത് മൈലേജ് കുറയുക എന്ന കാര്യമാണ്. എന്നാൽ K സീരീസിൽ ഉള്ള പുതിയ സാങ്കേതിക വിദ്യ കാരണമായിരിക്കാം മൈലേജ് കൂടുകയാണ് ചെയ്തത്. കമ്പനി അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ഇപ്പോൾ 20.2 ആണ് പുതിയ K സീരീസ് എഞ്ചിനുള്ള ഓൾട്ടോയുടെ മൈലേജ്. മാരുതി അധികം നുണ പറയാത്ത ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാം. കാരണം നമ്മൾ ഇന്നത്തെ ഡ്രൈവിൽ നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് ഏതാണ്ട് ആ മൈലേജ് ലഭിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇങ്ങനൊരു വലിയ എഞ്ചിൻ, ഇപ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു എഞ്ചിൻ ഘടിപ്പിക്കാൻ വേണ്ടി വണ്ടിയുടെ ഫ്രണ്ട് എൻഡിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ട് തന്നെയാണ് വാഹനത്തിന് നീളം കൂടേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ പുതിയൊരു എഞ്ചിനിലേക്ക് ചൂട് മാറിയപ്പോൾ എല്ലാ തരത്തിലും റിഫൈൻമെന്റ് ആയാലും
അല്ലെങ്കിൽ പവറിന്റെ കാര്യത്തിലായാലും മൈലേജിന്റെ കാര്യത്തിലായാലും വീണ്ടും ഒരു കുതിച്ചുചാട്ടം സംഭവിച്ചിരിക്കുകയാണ് ഓൾട്ടോയുടെ കാര്യത്തിൽ. പുതിയ K10 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടിയിരുന്നത് 13.3 സെക്കൻഡ്സ് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഓൾട്ടോയ്ക്ക് അത് 20 സെക്കൻഡ്സ് ആയിരുന്നു. അപ്പോൾ ഏതാണ്ട് 7 സെക്കൻഡിന്റെ വ്യത്യാസം ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. പുതിയ എഞ്ചിൻ വന്നപ്പോൾ ഓൾട്ടോയ്ക്ക് 7 കിലോഗ്രാം മുതൽ 50 കിലോഗ്രാം വരെ ഭാരം കൂടിയിട്ടുണ്ട്. അതായത് 2 വേരിയൻസ് ആണ് ഉള്ളത്, LXIയും VXIയും. അതിന് രണ്ടിനും കൂടി കണക്കാക്കുമ്പോൾ 7 to 50 കിലോഗ്രാം ഭാരം കൂടിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് നമ്മളെ പെർഫോമൻസിന്റെ കാര്യത്തിലോ പിക്കപ്പിന്റെ കാര്യത്തിലോ തീരെ ബാധിക്കുന്നില്ല. അതൊക്കെ ഈ പുതിയ ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പെർഫോമൻസിനെ ബാധിക്കാത്ത രീതിയിലേക്ക് സാങ്കേതികവിദ്യ കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്പീഡ് കൈവരിക്കാൻ വേണ്ടി വരുന്ന ഈ ചെറിയ സമയം പോലും K സീരീസ് എഞ്ചിന്റെ ഒരു വലിയ വിജയം തന്നെയാണ്. സസ്പെൻഷൻ, ട്രാൻസ്മിഷൻ, അങ്ങനെ പല കാര്യങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സസ്പെൻഷന്റെ കാര്യത്തിൽ വലിയ മാറ്റം വന്നു എന്നുള്ളത് നമുക്ക് ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും. കുറച്ചുകൂടി സ്റ്റിഫായി സസ്പെൻഷൻ. സ്റ്റിഫായെങ്കിൽ പോലും വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. കുറച്ചുകൂടി കരുത്ത് കൂടി സസ്പെൻഷൻ എന്നാണ് എളുപ്പത്തിൽ പറയാവുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്മിഷന്റെ കാര്യത്തിൽ അത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്, സിൻക്രോണസ് ട്രാൻസ്മിഷനാണ് വാഹനത്തിനുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇത് കേബിൾ ടൈപ്പ് ആക്കി ഗിയർ ഷിഫ്റ്റ് എന്നുള്ളതാണ്. കേബിൾ ടൈപ്പ് ആക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ എഞ്ചിന്റെ പവർ അതേപടി തന്നെ ഒട്ടും പവർ ലോസ് ഉണ്ടാകാതെ വീലുകളിലേക്ക് പകരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി ഇതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റ് അനുഭവപ്പെടുന്നുമുണ്ട്. അതുപോലെ ബ്രേക്കുകളുടെ കാര്യത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തു. ബൂസ്റ്റർ അസിസ്റ്റഡ് ബ്രേക്കുകളാണ് ഇപ്പോൾ പുതിയ ഓൾട്ടോ K10 ഉള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടയറിന്റെ സൈസ് കൂടി, സസ്പെൻഷൻ നന്നാക്കി, അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാ തരത്തിലും ഇംപ്രൂവ്മെന്റ് ഓരോ സെഗ്മെന്റിലും വാഹനത്തിന്റെ ഏത് കാര്യങ്ങൾ എടുത്താലും ഓരോ ഘടകത്തിലും ആ ഒരു മാറ്റം കമ്പനി വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഴയ ഓട്ടോയിൽ നിന്നും ബസ് ദൂരം മുന്നിലാണ് പുതിയ ഓട്ടോ നമുക്ക് ഓടിക്കുമ്പോൾ തോന്നുന്നത്. എങ്കിൽ പോലും കമ്പനി പഴയ ഓട്ടോ നിർത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതിനോടൊപ്പം തന്നെ ഈ K10നോടൊപ്പം തന്നെ പഴയ ഓൾട്ടോയും കമ്പനി വിറ്റുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിറ്റുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അങ്ങനെയാണ് കമ്പനിയുടെ തീരുമാനമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എക്സ്റ്റീരിയർ, ഇന്റീരിയർ, ട്രാൻസ്മിഷൻ, ബ്രേക്കിംഗ്, സസ്പെൻഷൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും കാര്യമായ മാറ്റം വരുത്തിയ ഓൾട്ടോ K10 ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായും പറയാം. പഴയ അനിയൻ ഓൾട്ടോയേക്കാൾ എന്തുകൊണ്ടും വളരെ മുന്നിലാണ് K10 ഓൾട്ടോ. 3 ലക്ഷം രൂപ വില വരുന്ന ഈ A2 സെഗ്മെന്റ് വാഹനങ്ങളിലെ ഒരു പുതിയ പോരാളിയായിട്ട് മാറാൻ തീർച്ചയായും ഓൾട്ടോ K10 കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് K10 വിപണിയിലെത്തുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും.